ഹലോ, ഇന്ന് യാത്രയിലാണ് കേട്ടോ. ഇന്നൊരു യാത്ര പോയതാണ്. യാത്ര എന്ന് പറഞ്ഞാൽ അക്ഷയ പോയതാണ്. അപ്പോൾ ഒരു എന്താ പറയുക, പെൻഷൻ പുതുക്കാൻ പോയതാട്ടോ. ഒരു മാസമായി, 1.5 മാസമായിട്ട് അതിൻ്റെ കാര്യത്തിന് കിടന്നു. സൈറ്റ് ഓപ്പൺ അല്ലാഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. ഇപ്പോൾ റെഡി ആയിട്ടോ, ഇന്നത്തോടെ റെഡിയായി. അപ്പോൾ പോയി മടങ്ങി വരണ വരവാണ്. നടക്കാനൊന്നും വയ്യ, എന്നാലും നടക്കണതാണ് നല്ലത്. അപ്പോൾ ഒരു 50 രൂപ ഓട്ടോറിക്ഷ കൊടുത്താൽ ഈസി ആയിട്ട് വീട്ടിലെത്തും. പക്ഷെ ഈ നടക്കുന്നതിൻ്റെ ഒരു സുഖം, നടക്കാൻ വയ്യാഞ്ഞിട്ട് നടക്കന്നെയാണ്. പക്ഷെ എന്താ പറയുക, നടന്നാൽ നമുക്കതൊരു ശരീരത്തിനൊരു നല്ലതല്ലേ അല്ലേ. അപ്പം അത് വിചാരിച്ചിട്ട് നടക്കന്നെയാണ്, വയ്യാഞ്ഞിട്ട് നടക്കന്നെ. ജലദോഷം, തൊണ്ടവേദന, പനിയൊക്കെ ഉണ്ട്. അപ്പം എന്നാലും നടക്കന്നെ. കുറച്ച് നടക്കാണ്ട്, ഒരു 1.5-2 കിലോമീറ്ററൊക്കെ നടക്കാണ്ട്. അതൊന്നും വിഷയമല്ല. ദിവസേന 10-12 നടക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ 2 കിലോമീറ്ററൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അപ്പം ഒന്ന് എന്താ പറയാനെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം കണ്ടു അല്ല, അങ്ങനെ അത് പിന്നെ ഫോണിലൊന്നും കണ്ടതല്ല കേട്ടോ. ഞാനങ്ങനെ ഒരാളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ കണ്ട ഒരു കാര്യം. 2 പേരിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചപ്പോൾ കേട്ടത്, അല്ലെങ്കിൽ എനിക്കപ്പോൾ പറയാൻ തോന്നിയൊരു കാര്യം. പക്ഷെ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് സംസാരിച്ചില്ല. പക്ഷെ പറയാൻ എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരാൾ മറ്റൊരാളുടെ, അവരൊക്കെ എപ്പോഴോ കുറേ കാലം മുന്നൊക്കെ പരിചയമുള്ള ആൾക്കാരാണ് തോന്നുന്നത്. അവിടെ വെച്ച് കണ്ടപ്പോൾ അങ്ങനെ കണ്ട് ആ ഒരു ഇതിൻ്റെ പേരിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ വിശേഷങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ഒരാൾ മക്കളുടെ കാര്യം മറ്റാളോട് പറയുകയാണ്. മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി, ഇപ്പോൾ കാലമൊക്കെ മാറിയില്ലേ. അപ്പോൾ നമ്മളൊന്നും പറയണത് അവരനുസരിക്കുന്നില്ല. പിന്നെ എന്താ പറയുക, അവർക്കതൊന്നും അവർക്ക് ഒന്നും എന്താ ശരിയായി, നമ്മൾ പറയണതൊന്നും അവർക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. പിന്നെ എന്താ പറയുക, അവർക്ക് ജീവിക്കണ്ടേ, പിന്നെ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളാട്ടോ അവർ രണ്ടാൾ. അപ്പോൾ മറ്റേ ആൾ പറയണത് എന്താ വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ ഇയാൾ പറയണത് എത്രയോ പൈസ അനാവശ്യമാക്കി ചിലവാക്കി കളയണ്, അതൊക്കെ കാണുമ്പോൾ വല്ലാതെ വിഷമം തോന്നുക എന്നൊക്കെയാണ് കേട്ടോ ഇയാൾ പറയണത്. അപ്പോൾ ആൾ പറയുക, അവരധ്വാനിച്ച പൈസ അല്ലേ, അവരത് എന്തെങ്കിലും കാട്ടിക്കോട്ടെ, ഈ ഒന്നും മിണ്ടണ്ട, എനിക്ക് എന്തെങ്കിലും തന്നെങ്കിൽ അത് മേടിച്ചിട്ട് വെച്ചുണ്ടാക്കി തിന്നുമുണ്ടായിരുന്നോ. പിന്നെ അങ്ങനെയൊക്കെ ഉപദേശിച്ചു കൊടുക്കട്ടാ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് പരിചയമുള്ള എന്തെങ്കിലും ഒരു കണ്ടുപരിചയം എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയും. പക്ഷേ എവിടെയും കണ്ടിട്ടുമില്ല ഇല്ലാത്ത 2 പേരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ അഭിപ്രായം എന്ന് പറഞ്ഞില്ല. അപ്പോൾ തോന്നി അതിനെ പറ്റി പറഞ്ഞൊരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഉണ്ടപ്പോൾ ഞാനിന്ന് നടക്കുമ്പോൾ വീഡിയോ എടുക്കണത്. അപ്പോൾ പറയണത് എന്താ വെച്ചാൽ, അപ്പം ഞാൻ പറയണത് എന്താണെന്ന് അറിയുമോ, മക്കൾ ജനിക്കുന്നത് മക്കളെ കുറ്റം കൊണ്ടല്ല. അത് ഓക്കെ, അത് നമ്മൾ മാതാപിതാക്കൾ ചെയ്യുന്ന കുറ്റം കൊണ്ട് തന്നെയാണ് മക്കൾ ഉണ്ടാവുന്നത്. പക്ഷെ അവരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളതിൻ്റെ കണക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കണക്കിൻ്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം അവർ കാരണമല്ലല്ലോ, അവർ പറഞ്ഞിട്ടല്ലല്ലോ അവർ ദുനിയാവിക്ക് വന്ന്, നമ്മളവരെ കൊണ്ടുവന്നതല്ല. അപ്പം നമ്മളുടെ ഉത്തരവാദിത്തമാണല്ലോ
അവരെ വളർത്തേണ്ടതും വലുതാക്കേണ്ടതും അവർക്ക് ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതും വിദ്യാഭ്യാസം കൊടുക്കേണ്ടതും രോഗം വരുമ്പോൾ നോക്കേണ്ടതും ഭക്ഷണം കൊടുക്കേണ്ടതൊക്കെ ഉത്തരവാദിത്തം അവരുടെ മാതാപിതാക്കൾക്കുള്ളതാണ്. അത് എല്ലാം ഓക്കെയാണ്. എന്നാലും പിന്നെ പിന്നെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ആളുടെ ഒരു പ്രായം, ആളുടെ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സഹിച്ചിട്ടാവും എന്താ പറയുക ആ മക്കളെ വളർത്തിയിട്ടുണ്ടാവുക, പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതായത് ഇന്നിപ്പോൾ പിന്നെ ഒന്ന് ടൂറ് പോകണ്ടേ, ഒന്ന് പുറത്തേക്ക് പോവണ്ടേ, പിന്നെ ഈ വീട്ടിൽ തന്നെ അടച്ചു കൂട്ടിയിരുന്നാൽ മതിയാ എന്നൊക്കെ ചോദിക്കുന്ന ചെറുപ്പക്കാരാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ചെറുപ്പക്കാർ ആ കാലത്തുണ്ട്. പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നുണ്ടാവും. ആ ഉള്ളൊരു ഏജിന് നല്ല പ്രായത്തിൽ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊന്നുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ ജീവിച്ചാൽ മതിയാവില്ലാത്തതുകൊണ്ടും മക്കളുടെ കാര്യങ്ങൾ അവിടെ മുടങ്ങി കിടക്കുന്നുള്ളത് കൊണ്ടൊക്കെ പല ആഗ്രഹങ്ങളും ഉള്ളിൽ ഒതുക്കി അവർക്ക് വേണ്ടി ആ സമയം സാമ്പത്തികം അവരധ്വാനം എല്ലാം അവർക്ക് വേണ്ടി ചിലവഴിച്ചിട്ട് ഞാനും ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു തെങ്ങ് വെക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ, അത് കായ്ക്കും, നമുക്ക് തേങ്ങ തരും, അതിന് പട്ട തരും, ഓല തരും എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ലേ. അതുപോലെ തന്നെയല്ലേ ഒരു മക്കളെ വളർത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കൂലേ. അപ്പോൾ ഇവർ മുണ്ട് മുറുക്കി കൊടുത്ത് ഒരു കൂട്ടി വെച്ചിട്ടുള്ള പൈസ കൊണ്ട് തിന്നാൻ കൊടുത്തിട്ടാണ് പഠിപ്പിച്ചിട്ടാണ് അവർ വളർന്ന് വലുതായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ വളർന്ന് വലുതാക്കിയിട്ട് അവർ വെള്ളം തുറന്ന് അവർ ജോലിക്കൊക്കെ ആകുമ്പോൾ അവർ പറയാണ് ഞങ്ങൾ അധ്വാനിച്ച പൈസ അല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഞങ്ങൾക്ക് നിങ്ങളെ വേണമെന്നുണ്ടല്ലോ ഞങ്ങൾ പോണത്, അല്ലെങ്കിൽ ഞങ്ങളെ സന്തോഷത്തിൽ എന്തിനാ നിങ്ങൾ കൈ കടത്തണ്, മാതാപിതാക്കളോട് ചോദിക്കുന്നത് നിങ്ങൾ കൈ കടത്തണ്, നിങ്ങളുടെ കാലമല്ല ഇപ്പോൾ കാലം മാറി, അപ്പോൾ കോലം മാറണം, പിന്നെന്താണ് അടുക്കളയിൽ ചട്ടിയും കാലം കഴുകിയിരുന്നാൽ പോരാ, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തെ ആ ഒരു അതൊക്കെ കേൾക്കുമ്പോഴുള്ള മാതാപിതാക്കളെ മനസ്സുണ്ടല്ലോ അപ്പം അങ്ങോട്ട് തകർന്നു. നമ്മൾ എന്തിനു വേണ്ടി ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടി എന്നുള്ളത് തോന്നും. നമ്മൾ എത്രയോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാവില്ല അവിടെ മക്കൾക്ക് ഭക്ഷണം. ഒരു പെരുന്നാൾ അന്നൊക്കെ കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ ആളുടെ ഒരു ഏജ് വെച്ചിട്ട് ആ ഒരു കാലത്ത് ഒരു പെരുന്നാളിന് പോലും ഒരു പുതിയ ഡ്രസ്സ് എടുക്കാത്ത പെരുന്നാളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടാവും ആളുടെ ഏജ് വെച്ച് നോക്കുമ്പോൾ ആളെ നല്ല പ്രായത്തിൽ. അപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് അത്രയൊരു ജോഡി പെരുന്നാളിന് പോലും, ഒരു നോമ്പ് പെരുന്നാളിന് പോലും സുന്നത്താണ്. നോമ്പ് 30 നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് സുന്നത്താണ് അല്ലേ. അതുപോലും ചെയ്യാണ്ട് മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാനോ അതല്ലെങ്കിൽ അവർക്ക് അന്നത്തെ ഒരു ദിവസം ഫുഡ് കൊടുക്കാനോ, പെരുന്നാളിൻ്റെ അന്നത്തെ ഒരു ദിവസം ഫുഡ് കൊടുക്കാനോ വേണ്ടിയിട്ട് ആ ഡ്രസ്സ് എടുക്കുന്ന പൈസ മാറ്റി വെച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരൊക്കെ മക്കൾ വലുതാവുമ്പോൾ ഇങ്ങനെ പറയാം ഞങ്ങൾ അധ്വാനിച്ച പൈസ അല്ലേ, ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കണ്ടേ, അല്ലെങ്കിൽ ഉമ്മാനെയും അപ്പാനും ഒപ്പം കൊണ്ടാകാൻ പറ്റുമോ, അല്ലെങ്കിൽ അച്ഛനമ്മനെ ഒപ്പം കൊണ്ടാകാൻ പറ്റുമോ, ഞങ്ങൾക്ക് പോകണ്ടേ, അതേപോലെ എന്താണ് പറയുക ഞങ്ങൾക്ക് കാറ് വേണ്ടേ, ഞങ്ങൾക്ക് വണ്ടി വേണ്ടേ. അപ്പോൾ ഒരു സൈക്കിള് പോലും വാങ്ങാൻ മക്കൾക്ക് വാങ്ങി കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും നടക്കാതെ പോയിട്ടുള്ള മാതാപിതാക്കളാവും. അപ്പോൾ അങ്ങനത്തൊക്കെയാണ്. അപ്പം ഞങ്ങൾ അധ്വാനിച്ച പൈസ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും അങ്ങനെയൊക്കെ പറയുന്നതൊരു പാവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാര്യം ഇപ്പോൾ മക്കളെ വളർത്തിയതിന് കണക്കൊന്നും വെച്ചിട്ട് കാര്യമില്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവരവരെ മക്കളെ വളർത്തുന്നുണ്ട്. അപ്പോൾ അവരും ചിലപ്പോൾ കണക്കൊന്നും വെച്ചിട്ടാവില്ല ചെയ്യുന്നുണ്ടാവുക. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇപ്പം എൻ്റെ ഒക്കെ ഒരു ഏജിലുള്ളത്, ഇപ്പോൾ ആ താത്താൻ്റെ ഒരു ഏജിലുള്ള ആൾക്കാരൊക്കെ, ആ ഏജിലുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക ഒരു 90% മക്കളെ കണക്ക് വെച്ചിട്ട് നോക്കിയിട്ടുള്ള ആൾക്കാരെല്ലാം. പക്ഷെ ഇന്നത്തെ ആൾക്കാർ അങ്ങനെ കണക്ക് വെച്ചിട്ട് മക്കളെ നോക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അവർ മക്കൾക്ക് വേണ്ടിയിട്ടൊന്നും ഒഴിവാക്കുന്നില്ല. അവരുടെ സുഖവും സന്തോഷവും അതേപോലെ അവരുടെ ഭക്ഷണമായാലും അവരുടെ വസ്ത്രമായാലും അവരുടെ ആവശ്യങ്ങളൊന്നും
മക്കൾക്ക് വേണ്ടി ഒഴിവാക്കണമായിട്ട് ഇത് തോന്നിയിട്ടില്ല കേട്ടോ. മക്കൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒഴിവാക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മക്കളിൽ കുറേ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ മക്കൾ വലുതായിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ മക്കൾ വലുതായിട്ട് വേണം എനിക്കിങ്ങനെ ചെയ്യാനെന്നൊന്നും അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും വെച്ച് പുലർത്തുന്നുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതല്ല കുറച്ച് കാലം മുന്നേ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിട്ട് എൻ്റെ മോൻ വലുതായിട്ട് വേണം എനിക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കാനെന്ന് അങ്ങനെ വരെ വിചാരിച്ച അമ്മമാരും ഉമ്മമാരൊക്കെ ഉണ്ടാവും. പക്ഷെ ബാപ്പന്മാർ ചിലപ്പോഴുണ്ടാവുള്ളൂ. പക്ഷെ ഉമ്മമാർ ഒരു 80% ഉമ്മമാരും അല്ലെങ്കിൽ അമ്മമാരും ഉണ്ടാവും. എൻ്റെ മകൻ വലുതായി കുറച്ച് പണിയെടുത്ത് കൊടുത്തിട്ട് വേണം എനിക്ക് വയറ് നിറച്ച് എന്തെങ്കിലും ഒന്ന് കഴിക്കാനെന്നുള്ള അത്ര വരെ പ്രതീക്ഷകൾ വെച്ചിട്ടുള്ള അമ്മമാരും ഉമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരോടൊന്നും ഇങ്ങനെയുള്ള സംസാരങ്ങൾ പാടില്ല. അതായത് ഞങ്ങൾ അധ്വാനിച്ച പൈസ അല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, ഞങ്ങളത് അങ്ങനെ എങ്ങനെയെന്നൊന്നും പറയരുതെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പക്ഷേ പോലത്തെ കാര്യമുണ്ടോ ഞാൻ പറയുന്നത്. അപ്പം ഞാൻ അവിടെ ഇപ്പോൾ പാടത്ത് വന്നിരിക്കുക. എൻ്റെ അനിയത്തി അവിടെ ആ പാടത്തുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരാളെ കാണാനുണ്ട്, അവളെന്നെ ആണെന്ന് തോന്നുന്നു. അപ്പം നിന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വന്നോട്ടെ വെച്ചിട്ട് ഞാനിവിടെ ഈ പാടത്തിരിക്കുക കേട്ടോ. പിന്നെ അവിടെ 2 കിലോമീറ്റർ നടന്നില്ലേ, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞിട്ടാ, എത്ര കടുപ്പം ഇതായാലും എത്ര പണൻ്റെ ദൂരത്തിലേക്കായാലും ചെയ്താലും മാതാപിതാക്കളോട് അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്ന ആൾക്കാരോട് ഞങ്ങൾ അധ്വാനിച്ച പണമല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നൊന്നും അബദ്ധവശാൽ പോലും പറഞ്ഞു പോകരുതെന്നാണ് എനിക്ക് പുതിയ തലമുറകളോട് പറയാനുള്ളത്. കാരണം അവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. അപ്പോഴാണ് അവർക്ക് നഷ്ടബോധം തോന്നുക. കാരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ തോന്നുന്നത്. എന്തിനാ ചെയ്തതെന്നാണ് ചോദിപ്പോൾ. നിങ്ങളോട് ആരെങ്കിലും പട്ടിണി എടുക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പണിയെടുക്കാൻ പറഞ്ഞാൽ, നിങ്ങളാരെങ്കിലും പണിക്ക് പറഞ്ഞയച്ചിരുന്ന, ഞങ്ങൾ പറഞ്ഞിട്ടാണ് പണിക്ക് പോയി എന്നൊക്കെയുള്ള വായ്പുട്ടിന് തൊള്ളപ്പുട്ടിന് അങ്ങനെയൊക്കെ പറയാം. വാക്ക് സാമർത്ഥ്യം കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതൊന്നും ഒരു സാമർത്ഥ്യമായിട്ടോ അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു നല്ല ക്രെഡിറ്റ് ഒന്നല്ല അത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടിട്ട് പിന്നെ പോവുക എന്നുള്ളത് അതൊരു എന്താ പറയുക വലിപ്പത്തരല്ല, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ഒന്നല്ല അത് തോന്നുന്നു കേട്ടോ. ഒക്കെ വളർത്തി കൊണ്ടുവന്ന ആൾക്കാരോട്, അത് ആരായാലും നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഉമ്മയും മാപ്പന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ചെറുപ്പത്തിൽ ഉമ്മയും മാപ്പി മരിച്ചു പോയിട്ടുള്ള കുട്ടികളൊക്കെ വളർത്തിക്കൊണ്ടുവന്ന കുടുംബാംഗങ്ങളും അയൽവാസികളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ വാപ്പമാർക്കും ഉമ്മമാർക്കൊന്നും ജോലി ചെയ്യാൻ വേണ്ടി സാമ്പത്തിക ആരോഗ്യകരമായിട്ടൊക്കെ ഇല്ലാണ്ടൊക്കെ ആയിട്ട് ഒരുപാട് മറ്റുള്ളവർ സഹായിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോടൊന്നും അങ്ങനെയുള്ള സംസാരങ്ങൾ പറയാൻ പാടില്ല കേട്ടോ, ആരായാലും. അപ്പോൾ ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാനിപ്പോൾ രാവിലെ ഒരു വീഡിയോ ഇട്ടതാണ്, അതിനുശേഷമാണ് അക്ഷയ പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സംസാരം കേട്ടപ്പോൾ അതിനെപ്പറ്റി ഒന്ന് 2 വാക്ക് സംസാരിച്ചത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്. കണ്ട അവിടെയൊക്കെ പാടാണ് കേട്ടോ. പാടുണ്ട്, തോടുണ്ട്, റോഡുണ്ട്, ഒക്കെ ഉണ്ട്. പാടം, തോട്, റോഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, എന്നാൽ ബൈ.